Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് FFD മോഡിഫയറിനെ കുറിച്ചിട്ടാണ്. FFD മോഡിഫയറിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഫ്രീ ഫോം ഡിഫോർമേഷൻ എന്നാണ്. നമുക്ക് അത് പഠിക്കാനായി ആദ്യം ഒരു ബോക്സ് വരയ്ക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിലേക്ക് മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഇവിടെ പ്ലസ് ഐക്കൺ കാണാം. നമുക്ക് അത് ക്രിയേറ്റ് ആണ്. അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ മോഡിഫൈ എന്ന ഓപ്ഷൻ കാണാം. ആ മോഡിഫൈ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഇവിടെ കാണാം, ബോക്സ്. അതിന് തൊട്ടും മുകളിലായി മോഡിഫയർ ലിസ്റ്റ് കൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട ഇവിടെ ഈ ഓപ്ഷൻ, ആ ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കുറെ മോഡിഫയേഴ്സ് കാണാവുന്നതാണ്. അതിൽ ഏത് മോഡിഫയർ ആണോ നമുക്ക് കൊടുക്കേണ്ടത് അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാം, FFD വന്നിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് FFD ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. FFD 5 ഓപ്ഷൻസ് ഉണ്ട്. FFD 2x2x2, FFD 3x3x3, FFD 4x4x4, FFD ബോക്സ്, FFD സിലിണ്ടർ. അങ്ങനെ നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട് ഈ മോഡിഫയർ. അല്ലെ FFD ഫസ്റ്റത്തെ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ബോക്സിൽ ഓരോ എഡ്ജിലും 2 കൺട്രോൾ പോയിന്റ്സ് വീതം, ടോട്ടലി ബോക്സിന് ഇപ്പോൾ 8 കൺട്രോൾ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ മോഡിഫയറിന്റെ സബ് ഓപ്ഷൻസ് കാണാൻ ജസ്റ്റ് ഈ ആരോ ക്ലിക്ക് ചെയ്താൽ അതിന്റെ സബ് ഓപ്ഷൻസ് കാണാം. കൺട്രോൾ പോയിന്റ്സ്, ലാറ്റിസ്, സെറ്റ് ബോർഡ്, അങ്ങനെ 3 സബ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് കൺട്രോൾ പോയിന്റ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കൺട്രോൾ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ബോക്സ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് W പ്രസ് ചെയ്യുക, നമുക്ക് വ്യൂ വലുതായിട്ട് കിട്ടും. നമുക്ക് ഈ കൺട്രോൾ പോയിന്റ്സ്, ജസ്റ്റ് ഈ കൺട്രോൾ പോയിന്റ്സ് മാത്രം മൂവ് ചെയ്യണമെങ്കിൽ ആ കൺട്രോൾ പോയിന്റ് മാത്രം ജസ്റ്റ് സെലക്ട് ചെയ്തു, ആ കൺട്രോൾ പോയിന്റ് മാത്രം മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് കൊടുത്താൽ ഒറിജിനൽ ഷേപ്പ് കിട്ടും. അപ്പൊ ഏതെങ്കിലും വ്യൂ ഓൺ ആക്കി, ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ, അങ്ങനെയാണ് നമ്മൾ ഓൺ ആക്കിയിട്ട് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി, അതിനുശേഷം ജസ്റ്റ് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. പക്ഷെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഇതിന് തൊട്ട് പുറകിലുള്ള ഈ ഒരു പോയിന്റ് കൂടി സൈമൾട്ടേനിയസ്ലി സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ മൂവി ആയിരിക്കുക. മൂവി ആണെങ്കിൽ കണ്ട ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. കണ്ട 2 പോയിന്റ് കൂടി ഒരുമിച്ച് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡീസെലക്ട് ചെയ്യാൻ ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു പോയിന്റ് മാത്രം ഇപ്പൊ മൂവ് ചെയ്തു. കണ്ട ഓൾട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഡീസെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ പോയിന്റ് സെലക്ട് ചെയ്താൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഏതൊക്കെ പോയിന്റ് ആണോ ഡീസെലക്ട് ചെയ്യുന്നത് അത് ഡീസെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ കിട്ടണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ചെയ്യാം. നമുക്ക് മൂവ് മാത്രമല്ല, റൊട്ടേറ്റ്, സ്കെയില്, അങ്ങനെ എന്തൊക്കെ മോഡിഫൈ ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി ഈ ഒരു മൊത്തത്തിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഞാൻ മൂവ് ചെയ്യുന്നതിന് പകരം സ്കെയിൽ ചെയ്യാൻ പോവാണ്. സ്കെയിൽ ചെയ്തു. ഇനി ഞാൻ ആ ബോക്സിന്റെ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണം. നമ്മൾ എന്ത് മോഡിഫയർ കൊടുക്കുമ്പോഴും സെഗ്മെന്റ്സ് ആദ്യം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മോഡിഫയർ ചെയ്യുമ്പോൾ എക്സാക്ട് നമുക്ക് വിചാരിച്ച ഷേപ്പ് കിട്ടില്ല. നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ മോഡിഫൈ ചെയ്ത് കാണാൻ പറ്റില്ല. സെഗ്മെന്റ്സ് ഉണ്ടെങ്കിലേ മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ലെങ്ത് സെഗ്മെന്റ് ആഡ് ചെയ്തു, വിഡ്ത് സെഗ്മെന്റ് ആഡ് ചെയ്തു, ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്തു. ഇനി ഇതിന്റെ സബ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ലാറ്റിസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ലാറ്റിസ് കൊണ്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഒരു ബോക്സ് കാണാം. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഒരു യെല്ലോ കളറിൽ ഒരു ബോക്സ് വന്ന് കാണാം. ആ ബോക്സ് നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം, എന്ത് വേണം ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഒറിജിനൽ ഷേപ്പിൽ വ്യത്യാസം വരുന്നത് കാണാം. ഞാൻ ബോക്സിന്റെ ലെങ്ത്തും കൂട്ടുന്നു, വിഡ്ത്തും കൂട്ടി, ഹൈറ്റും കൂട്ടി, വിഡ്ത്ത് കുറച്ചുകൂടി ഉണ്ട് കൂട്ടാം, 200. യെസ്. അപ്പൊ നമുക്ക് ലാറ്റിസ് എന്ന് ഷേപ്പ് എടുത്തു. ലാറ്റിസ് എന്ന് ഷേപ്പ് എടുത്തതിനു ശേഷം ലാറ്റിസിനെ നമുക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, മൂവ് ചെയ്യുന്നതനുസരിച്ച് ഷേപ്പ് വ്യത്യാസം വരുന്നത് കാണാം. അതായത് ലാറ്റിസിന്റെ ഈ ബോക്സിന്റെ അകത്ത് ഈ ഷേപ്പ് എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ച് ആ ഷേപ്പ് വ്യത്യാസം വരുന്നത് കാണാം. അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പ് തന്നെ ആയിരിക്കും. ഒറിജിനൽ ഷേപ്പ് പറഞ്ഞ ബോക്സ് ആയിരിക്കും. അപ്പൊ ബോക്സിന്റെ ആ ഷേപ്പ് തന്നെ ആയിരിക്കും. ടോപ്പ് വ്യൂ ഓൺ ആക്കുക.
ജി പ്രസ് ചെയ്താൽ നമുക്ക് ഗ്രിഡ് പോയി കിട്ടും. ഇപ്പൊ കണ്ട ഒറിജിനൽ ഷേപ്പ് തന്നെയാണ് ഉള്ളത് ബോക്സ്. ഇനി നമ്മൾ ആ ലാറ്റിസ് എന്ന ബോക്സ്, ഒരു യെല്ലോ കളർ ബോക്സ് നമ്മൾ മൂവ് ചെയ്തിരിക്കുക. അപ്പൊ മൂവ് ചെയ്തിട്ട് നമ്മുടെ ഷേപ്പിലേക്ക് എത്തുമ്പോൾ കണ്ട ആ ബോക്സിനനുസരിച്ച് ഷേപ്പ് മാറും. ഞാൻ ഈ റെഡ് ആക്സിസിൽ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യണം കണ്ടോ. ഇനി ആ ഷേപ്പിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഷേപ്പ് വ്യത്യാസം വരുന്നതാണ്. ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓൺലി ഇൻ വോളിയം, ഡിഫോം, ഓൺലി ഇൻ വോളിയം പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലി ഇൻ വോളിയം പറയുമ്പോൾ നമ്മുടെ ഈ യെല്ലോ കളറിന്റെ ഉള്ളിലത്തെ ആ വോളിയത്തിനനുസരിച്ചാണ് അതിന്റെ അകത്തേക്ക് എപ്പോഴാണോ ഷേപ്പ് വരുന്നത് അപ്പൊ മാത്രം മോഡിഫൈ ചെയ്യുക. അതിന് പകരം കണ്ടോ അപ്പൊ റെഡ് ആക്സിസ് മൂവ് ചെയ്യണം കണ്ടോ. മൂവ് ചെയ്തപ്പോ മോഡിഫൈ പോയി. ഞാൻ ഷേപ്പ് ചെയ്യാൻ അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ അത്ര ഏരിയ ഈ യെല്ലോ ബോക്സിന്റെ ഇത്ര ഏരിയ കവർ ചെയ്തപ്പോ ആ ഏരിയ മൊത്തം ആ ഷേപ്പായി. ഇങ്ങോട്ട് വരുമ്പോ യെല്ലോ ബോക്സിന്റെ എത്ര ഏരിയ ആണോ കവർ ചെയ്യുന്നത് അനുസരിച്ച് ഈ ഒറിജിനൽ ബോക്സിന്റെ ഷേപ്പ് മാറും. അതിന് പകരം ഓൾ വെർട്ടീസസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾ വെർട്ടീസസ് പറഞ്ഞാൽ യെല്ലോ ബോക്സ് മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും എത്ര ഏരിയ ആണോ. യെല്ലോ ബോക്സ് ഇങ്ങോട്ട് വരികയായിരിക്കും. ഇങ്ങോട്ട് ഈ യെല്ലോ ബോക്സ് ഇമാജിൻ ചെയ്യുക, ഇങ്ങോട്ട് എത്തുമ്പോൾ ഇതിന്റെ ഷേപ്പ് എത്ര ആവും. അപ്പൊ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യണം കേട്ടോ. ഇനി ഇങ്ങോട്ട് കൊടുക്കും തോറും ബോക്സ് വലുതായിക്കൊണ്ടിരിക്കണം. അപ്പൊ അതേപോലെ യെല്ലോ ബോക്സ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയായിരിക്കും. കണ്ട ഒരു പെർസ്പെക്റ്റീവ് വ്യൂ പോലെ. ഇതിന്റെ ഈ ബോക്സ് നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും എത്തുക. അതിനനുസരിച്ചാണ് അത് മൂവ് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓൺ ഇൻ വോളിയം ഉണ്ട്, ഓൾ വെർട്ടീസസ് ഉണ്ട്. നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തും. പിന്നെ സെറ്റ് വോളിയം പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റ് വോളിയം പറഞ്ഞാൽ അതിന് മുന്നേ ലാറ്റിസ് ഞാൻ കറക്റ്റ് ആ ബോക്സിനോട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. സെറ്റ് വോളിയം പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റ് വോളിയം പറഞ്ഞാൽ നമുക്ക് ഈ കൺട്രോൾ പോയിന്റ്സിലെ ഈ കൺട്രോൾ പോയിന്റ്സ് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ കൺട്രോൾ പോയിന്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഷേപ്പ് മാറില്ല. ഷേപ്പ് മാറാണ്ട് നമുക്ക് വോളിയം ഏത് ഷേപ്പിലാണ് നമുക്ക് വോളിയം വേണ്ടത് അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് വോളിയം പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ പോയിന്റ്സ് ഉള്ള ടൈമിലാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഷേപ്പ് അടക്കം വ്യത്യാസം വരും. ഈ സെറ്റ് വോളിയത്തിൽ നിന്ന് നമ്മൾ സോഴ്സ് വോളിയം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഷേപ്പിലേക്ക് പോകും. സെറ്റ് വോളിയം നമ്മൾ സോഴ്സ് വോളിയം നെക്കി കണ്ട. സോഴ്സ് വോളിയം നെക്കിയപ്പോ കണ്ട ആ ഓറഞ്ച് കളർ ഒറിജിനൽ ഉള്ള ഷേപ്പിലേക്ക് പോയി. ഞാൻ സോഴ്സ് വോളിയം ഓഫ് ആക്കി കളഞ്ഞാൽ നമ്മൾ ചെയ്ത ഷേപ്പിനനുസരിച്ച് കിട്ടും. സെറ്റ് വോളിയത്തിൽ നിന്ന് ആദ്യം FFT 2:2 കൊടുത്തു. സോഴ്സ് വോളിയം ടിക്ക് ഓൺ ആയതുകൊണ്ടാണ് ഒറിജിനൽ ഷേപ്പിലേക്ക് പോയത്. സോഴ്സ് വോളിയം ടിക്ക് ഓഫ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വ്യത്യാസം വരുത്തിയത് അത് കാണാൻ പറ്റും. സെറ്റ് വോളിയം സോഴ്സ് വോളിയം ഓൺ ആക്കി കൊടുത്താൽ വീണ്ടും നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണോ ആ വോളിയത്തിലേക്ക് തന്നെ പോകും. അതിനാണ് സെറ്റ് വോളിയം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൺഫേം ടു ഷേപ്പ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കൺഫേം ടു ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിലിണ്ടർ ആണ് വരയ്ക്കുന്നത് ചോദിക്കുക. സിലിണ്ടർ വരച്ചു. സിലിണ്ടർ വരച്ചതിന് ശേഷം ഞാനിപ്പോ ഇതിലേക്ക് FFD മോഡിഫയർ കൊടുക്കുകയാണ്. FFD ഇവിടെ ഞാൻ സെർച്ച് ചെയ്യാണ്. FFD ഞാൻ 2:2 പകരം 3:3 കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് മോഡിഫൈ വരുന്നത്. ഇതിലും നമ്മുടെ ഓറഞ്ച് കളറുള്ള ബോക്സ് അതായത് FFD കൺട്രോൾ പോയിന്റ്സ് ഒരു ബോക്സ് ഷേപ്പിലാണ് വരുന്നത്. ഈ ബോക്സ് ഷേപ്പ് നമ്മുടെ ബോക്സിനൊക്കെ കുഴപ്പമില്ല. ഈ സിലിണ്ടറിന്റെ ആകൃതി പറഞ്ഞ ഒരു സർക്കുലർ ഷേപ്പാണ്. അപ്പൊ നമ്മുടെ സർക്കുലർ ഷേപ്പിന് അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് അതായത് ഈ ബോഡിയോട് അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് കൺട്രോൾ പോയിന്റ്സ് വരണമെങ്കിൽ നമുക്ക് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, കൺഫേം ടു ഷേപ്പ്. നമ്മൾ കൺഫേം ടു ഷേപ്പ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുത്താൽ ഈ സിലിണ്ടറിനോട് അറ്റാച്ച് ആയിട്ട് വരുന്ന കാണാം. കണ്ട കൺഫേം ടു ഷേപ്പ് ഇവിടെ അറ്റാച്ച്മെന്റ് ആയിട്ട് വന്നിട്ടില്ല. അത് ഇവിടെ സെറ്റ് സോഴ്സ് വോളിയം ടിക്ക് ഓൺ ആണ്. ആ സോഴ്സ് വോളിയം ടിക്ക് ഓൺ ഓഫ് ആക്കി കൊടുക്കുക. കണ്ട ടിക്ക് ഓഫ് ആക്കി കൊടുത്തപ്പോൾ നമ്മുടെ കൺട്രോൾ പോയിന്റ്സ് സർക്കുലർ ഷേപ്പിന് അറ്റാച്ച്മെന്റ് ആയിട്ട് വന്നു കാണാം. നമുക്കിത് ഒറിജിനൽ ഉള്ള പോലെ തന്നെ വരണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് കൊടുത്താൽ ആദ്യം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ വരും. ഇനി
ലാറ്റിസ് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കിയിടാം. നമ്മുടെ ലാറ്റിസ് കൊണ്ടുള്ള കണ്ട ഈ ഓരോ കൺട്രോൾ പോയിന്റ്സ് നമ്മളും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലാറ്റിസ് നമുക്ക് കാണാം. ആ എഡ്ജുകൾ നമുക്ക് ഓഫ് ആക്കിയിടണമെങ്കിൽ ജസ്റ്റ് ലാറ്റിസ് ഓഫ് ആക്കിയിടുക. അതായത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ടിക്ക് ഓൺ ആക്കിയിടുക, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഓഫ് ആക്കിയിടുക. സോഴ്സ് വോളിയം പറഞ്ഞ ഒറിജിനൽ വോളിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് അതിൽ വ്യത്യാസം വരില്ല. പിന്നെ ഓൺലൈൻ ഇത് രണ്ട് ഡിഫോമും ഓൺലൈൻ വോളിയം ഓൾ വെർട്ടിസസ് അതിൽ ലാറ്റിസ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കൺട്രോൾ പോയിന്റ്സ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനാണ് 3x3 മോഡിഫയറിൽ ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് ഇത് ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ഞാനൊരു സ്പീർ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു സ്പീർ വരച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു മോഡിഫയർ കൊടുത്തു, FFD മോഡിഫയർ. ജസ്റ്റ് FFD ബോക്സ് തന്നെ കൊടുത്തു. ഞാൻ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. ഞാൻ ഈ ഒരു ഏരിയ താഴേക്കാക്കി. അതൊക്കെ ഞാൻ കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്യണം. കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്യുക, ഫ്രണ്ട് വ്യൂ ഓൺ ആക്കുക. അതിനുശേഷം ഈ ഒരു ഏരിയ ഞാൻ ഇതിലേക്ക് ഒരു ബോക്സ് ഒരു സിലിണ്ടർ വെച്ച് കൊടുക്കുക. ഓട്ടോ ഗ്രിഡ് ഓൺ ആക്കിയിടുക. അതിനുശേഷം ജസ്റ്റ് ഒരു സിലിണ്ടർ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കുക. അതിനുശേഷം സിലിണ്ടറിലേക്ക് ഒരു മോഡിഫൈ ആഡ് ചെയ്യുക, ബെൻഡ് മോഡിഫൈ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു എത്രയിലാണോ ആംഗിൾ ബെൻഡ് ചെയ്യേണ്ടത്, അതിനുശേഷം സിലിണ്ടറിന്റെ വിഡ്ത്ത് ഒന്ന് വർക്ക് ചെയ്യുക, റേഡിയസ്. ഹൈറ്റും വർക്ക് ചെയ്യുക. നമുക്ക് അതിലേക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒന്നിലധികം ഷേപ്പുകൾ വരച്ച് നമുക്ക് ഒരു ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് വ്യൂ ഓൺ ആക്കിയിട്ട് ഒറിജിനൽ സെന്റർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ഷേപ്പുകൾ മാറ്റാൻ പറ്റും. ഏതാണ് സെന്റർ തന്നെയാണ്. നമുക്ക് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒന്നിലധികം മോഡിഫയേഴ്സ് യൂസ് ചെയ്യാം. ബെൻഡും FFD നമ്മൾ യൂസ് ചെയ്യും. ഇതിനെ എക്സാക്ട് ഷേപ്പ് ആക്കണമെങ്കിൽ വീണ്ടും മോഡിഫയേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ പോയിന്റ്സ് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടാനുസരണം ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് FFD യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ FFD ബോക്സ് ആണ് കൊടുത്തുള്ളത്. FFD ബോക്സ് പറഞ്ഞാൽ നമുക്കിപ്പോ ഓൾറെഡി വന്നുള്ളത് 4x4x4, അതായത് FFD കുറെ ഓപ്ഷൻസ് ഉണ്ട്. FFD 2x2x2, FFD 3x3x3. അപ്പൊ ഒരു വേറൊരു കോൺ വരച്ചു. ജസ്റ്റ് ഒരു കോൺ വരയ്ക്കണം. കൺട്രോൾ സെറ്റ്. കോൺ വരച്ചു. അതിനുശേഷം അത് ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തൊക്കെയാണ്. ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. ഞാൻ അതിലേക്ക് മോഡിഫയർ ആഡ് ചെയ്യണം. FFD 2x2 ആയാലും FFD 3x3 ആയാലും FFD 4x4 ആണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് കൺട്രോൾ പോയിന്റ്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് 4 സൈഡും കൺട്രോൾ പോയിന്റ്സ് സെയിം ആയിട്ട് വരും. ഇപ്പൊ ഈ കോണിനാണെങ്കിൽ ഹൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഹൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ പോയിന്റ്സ് വേണ്ടത്. ഈ ഏരിയയിൽ സെഗ്മെന്റ്സ് അധികം കൺട്രോൾ പോയിന്റ്സ് ഇല്ല, ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല.
നമുക്ക് കൺട്രോൾ പോയിന്റ്സ് എക്സ്ട്രാ കൊടുക്കാൻ നമുക്ക് ഈ ഇതിൽ ഓപ്ഷൻസ് ഇല്ല. അതായത് FFT 3x3x3, FFT 2x2x2, FFT 4x4x4 ഈ മൂന്നെണ്ണത്തിലും കൺട്രോൾ പോയിന്റ്സ് എക്സ്ട്രാ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഒരു മോഡിഫയർ ആഡ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് നിൽക്കുക. നമുക്ക് മോഡിഫയർ ലിസ്റ്റിൽ FFT ബോക്സ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബോക്സ് കൊണ്ടുള്ള ഓപ്ഷൻ കൊടുത്താൽ എക്സ്ട്രാ ഓപ്ഷൻസ് കിട്ടും. നമുക്കിപ്പോ സെറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ കൺട്രോൾ പോയിന്റ്സ് കൊടുക്കണമെങ്കിൽ ലെങ്ത്തിൽ കൺട്രോൾ പോയിന്റ്സ് ഒരു 6 കൊടുക്കണമെങ്കിൽ 6 കൊടുക്കാം, വിഡ്ത്തിൽ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ വിഡ്ത്തിൽ കൊടുക്കാം, ഹൈറ്റിൽ ഒരു 10 കൊടുക്കണമെങ്കിൽ 10 കൊടുക്കാം. ഓക്കെ ജസ്റ്റ് പ്രസ് ചെയ്താൽ അതിനനുസരിച്ച് കൺട്രോൾ പോയിന്റ്സ് വന്നു കാണാം. എന്നിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ കൺട്രോൾ പോയിന്റ്സ് ജസ്റ്റ് മൊത്തത്തിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം ഇവിടെ കൺട്രോൾ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ പോയിന്റ്സ് സെലക്ട് ചെയ്തതിനു ശേഷം സ്കെയിൽ ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, എന്ത് വെച്ച് ചെയ്യാം. ഓരോ ഷേപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് കിഴി കൊടുക്കുന്നത്, പണ്ട് രാജാക്കന്മാരി അതേപോലത്തെ അങ്ങനത്തെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഏത് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ എന്ത് വേണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിതില് ഈ ഒരു മോഡിഫയറിൽ കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട്. സെറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്, എത്ര വേണമെങ്കിലും നമുക്ക് കൺട്രോൾ പോയിന്റ്സ് കൊടുക്കാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് 2 എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ, ടെൻഷനും കണ്ടിന്യൂറ്റിയും. ടെൻഷൻ പറഞ്ഞാൽ പുഷ് അല്ലെങ്കിൽ പുൾ ചെയ്യുക. അതായത് ടെൻഷൻ കൊടുത്തു വല്ലാണ്ട് കൊടുത്താൽ കണ്ടാ പുഷ് പുള്ള് ആ ബോഡിയിൽ കുറച്ചൊരു ചെറിയ ഡീഫോർമേഷൻ വരുത്തുന്ന പോലെ, അതിനാണ് പുഷും പുള്ള് പോലെ. അങ്ങനത്തെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ടെൻഷൻ യൂസ് ചെയ്യുക. നമുക്ക് അതിലെ കണ്ടിന്യൂറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 സ്പീർ വരയ്ക്കുന്നത്, അല്ല ഒരു സ്പീർ വരച്ചു, അതിന്റെ ഒരു കോപ്പി എടുക്കണം, മൂവ് ചെയ്തു, മൂവ് ചെയ്യുന്നതിനൊപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഞാൻ ആ 2ലേക്കും ഓരോ മോഡിഫയർ കൊടുക്കുക. FFT ബോക്സ്, FFT ബോക്സ് കൊടുത്തു. ഇതിലേക്കും ഞാൻ FFT ബോക്സ് കൊടുത്തു. ഇപ്പൊ FFT ബോക്സ് കൊടുത്തപ്പോ ഇതില് ഷേപ്പ് കണ്ട കുറച്ച് ബൾക്ക് ഇതായിട്ട് കിടക്കുന്നത്, പുഷും പുള്ളും വാല്യൂ കുറവായതുകൊണ്ടാണ്. ആ ടെൻഷൻ വാല്യൂ നമ്മൾ 25 കൊടുത്താൽ എക്സാക്ട് ഷേപ്പ് കിട്ടും. ഇവിടെയും ടെൻഷൻ വാല്യൂ 25 കൊടുത്താൽ ഏതാണ്ട് കറക്റ്റ് ഷേപ്പ് കിട്ടും. നമ്മൾ കണ്ടിന്യൂറ്റി, ഇപ്പൊ രണ്ടിലും കണ്ടിന്യൂറ്റി 0 ആണ് കൊടുക്കുന്നത്. ഞാൻ ഫ്രണ്ട് വ്യൂ ഓണാക്കി, ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ ഒരു ബോക്സ് എടുത്തു. ഈ ഒരു ബോക്സിന് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം കൺട്രോൾ പോയിന്റ്സ് ക്ലിക്ക് ചെയ്തു. അപ്പൊ കണ്ടിന്യൂറ്റി 0 ആണ്. ഞാൻ ആദ്യത്തെ ഈ ഒരു ഫ്രെയിം മാത്രം മൂവ് ചെയ്യണം. ഈ ഒരു ഫ്രെയിം മൂവ് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു റെക്ടാംഗിളിന്റെ ഉള്ളിലത്തെ സെഗ്മെന്റ്സ് മാത്രമേ മൂവ് ചെയ്യണുള്ളൂ. അതായത് കണ്ടിന്യൂറ്റി വരുന്നില്ല. അതായത് ഇവിടുത്തെ സെഗ്മെന്റ്സിന് ഒരു മാറ്റവും ഇല്ല കണ്ട. ബട്ട് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പൊ ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തു. ഇപ്പൊ ഈ ബോക്സ് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് ഇതിലെ FFT സബ് ഓപ്ഷൻ ആണ് സെലക്ട് ആയിട്ട് എടുക്കുന്നത്. സബ് ഓപ്ഷൻ സെലക്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം FFT സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ ബോക്സ് സെലക്ട് ചെയ്തു. ഈ ബോക്സിൽ ഞാൻ കൺട്രോൾ പോയിന്റ്സ് മൂവ് ചെയ്യാതിരിക്കുക. കൺട്രോൾ പോയിന്റ്സ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിന്യൂറ്റി ഞാൻ ഒരു 25 കൊടുത്തിരിക്കുക. 25 കൊടുത്തതിന് ശേഷം ഞാൻ ഈ കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്തു. ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ സെഗ്മെന്റ്സും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നത് കാണാം. കൺട്രോൾ പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ടില്ല, നമ്മൾ കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇവിടുത്തെ കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം മൂവ് ചെയ്യണ്ട. കണ്ട ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രെയിമിന്റെ അകത്ത് സെഗ്മെന്റ്സും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നത് കാണാം. കണ്ട ഇവിടെ അങ്ങനെ മൂവ് ചെയ്തിരുന്നില്ല, അത് കണ്ടിന്യൂറ്റി വ്യത്യാസം വെക്കുന്നതനുസരിച്ചാണ്. കണ്ട ഇപ്പൊ ഞാൻ കണ്ടിന്യൂറ്റി 0 കൊടുത്തു വരിക ഈ ബോക്സിൽ. ഇനി ഞാൻ മൂവ് ചെയ്യാതിരിക്കുക. ഇനി മൂവ് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലത്തെ സെഗ്മെന്റ്സ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇതിന്റെ ഏരിയത്തെ സെഗ്മെന്റ്സിന് ഒരു വ്യത്യാസം വരില്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അതായത് ഷേപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ചൊരു സെഗ്മെന്റ്സും കൂടി കുറച്ച് മൂവ് ചെയ്താൽ ആ ഷേപ്പ് കണ്ടിന്യൂറ്റി ആയിട്ട് മനസ്സിലാവും. കണ്ട ഇവിടുന്ന് ആ സെഗ്മെന്റ്സ് ഒറ്റ അടിക്കാണ്ട് വളയാണ്. കണ്ട ഇവിടുന്ന് ഇങ്ങനെ വന്നു നേരെ വളയാണ്. നമ്മൾ ആ സെഗ്മെന്റ്സ് ഒരു കണ്ടിന്യൂറ്റി കൊടുക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് വളയില്ല. നമ്മൾ ഷേപ്പ് മാറുന്നതനുസരിച്ച് കണ്ട ഒരു വ്യത്യാസം വരുന്നതാണ്. ഇവിടുത്തെ ഇതും സെഗ്മെന്റ്സും കൂടി അതിനനുസരിച്ച് മാറുന്നതാണ്. അതാണ് കണ്ടിന്യൂറ്റി ഓപ്ഷൻ. പിന്നെ നമുക്ക് FFT സിലിണ്ടർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. FFT സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു സിലിണ്ടർ വരച്ചു കൊടുത്തു. അതിനുശേഷം മോഡിഫയർ എടുത്തു.
മോഡിഫൈ ലിസ്റ്റിൽ FFD അടിച്ചു കൊടുത്ത ലാസ്റ്റ് ഓപ്ഷൻ FFD സിലിണ്ടർ പറയുമ്പോൾ കറക്റ്റ് സിലിണ്ടർ ഷേപ്പിലാണ് സെഗ്മെന്റ്സ് വരിക. ആ സിലിണ്ടർ ഷേപ്പിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 4x6x4 പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്, അതായത് സൈഡ്സ് എത്ര വേണം. സൈഡ്സ് ഇപ്പൊ 6 ആണ് കൊടുത്തത്. 1 2 3 4 5 6 സൈഡ്സ് ഇപ്പൊ ഞാൻ ഒരു 8 കൊടുത്തിരിക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കടാ സൈഡ്സ് 1 2 3 4 5 6 ഒരു 8 സൈഡ് വന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ടോപ്പ് വ്യൂ അല്ല, ഫ്രണ്ട് വ്യൂ ഉണ്ട്. ഫ്രണ്ട് വ്യൂ 1 2 3 4 5 6 7 8 സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട്. 8 സൈഡ്സ്. റേഡിയൽ ആയിട്ട് എത്ര വന്നോ? റേഡിയൽ ആയിട്ട് 4 റേഡിയൽ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള എത്ര ആണുള്ളത്. അതേപോലെ 2 കൊടുത്തു വരിക. ഓക്കെ കൊടുത്തു വരിക. കണ്ടോ? അപ്പൊ റേഡിയൽ ആയിട്ട് 2 അല്ലു. 1 2. അപ്പൊ റേഡിയൽ ആയിട്ടുള്ള വീണ്ടും എക്സ്ട്രാ വേണമെങ്കിൽ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുക, ഓഫ് കൊടുക്കുക. അപ്പൊ കണ്ടോ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട്. 1 2 3. ഞാൻ അത് 2 ഓപ്ഷൻ കൂടി ഉണ്ട്. റേഡിയല് ഹൈറ്റ് കാണണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി കൊടുക്കുക. ഇതിലിപ്പോ ടോപ്പ് വ്യൂ ആയിരിക്കും അങ്ങനെ വരച്ചുള്ളത്. ഹൈറ്റിൽ ഇപ്പൊ എത്ര ഉണ്ട്? 4 ഉണ്ട്. 1 2 3 4. ഹൈറ്റിൽ നമുക്ക് കൺട്രോൾ പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട ഒരു 6 കൊടുത്തു, ഓക്കെ കൊടുത്തു. കണ്ട 1 2 3 4 5 6. ഇപ്പൊ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് കൺട്രോൾ പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ആ ബോക്സിന് FFD ബോക്സ് കൊണ്ടുള്ള മോഡിഫയറും കൊടുത്തു. ഞാനിവിടെ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. അതിനുശേഷം ഞാൻ ഈ ജസ്റ്റ് ഈ 2 കൺട്രോൾ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്തപ്പോൾ കൺട്രോൾ പോയിന്റ്സ് മാത്രമേ മൂവ് ആവുന്നുള്ളൂ. നമ്മുടെ ഷേപ്പ് മൂവ് ആവുന്നില്ല. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബോക്സ് ഷേപ്പിന് ഇനഫ് സെഗ്മെന്റ്സ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന് ഹൈറ്റ് സെഗ്മെന്റ്സ് ഒരു 20 കൊടുത്താൽ വ്യത്യാസം വരുന്ന കാണാൻ കണ്ട. അപ്പൊ നമ്മുടെ സെഗ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. സെഗ്മെന്റ്സ് ഉണ്ടെങ്കിലാണ് ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ പോകണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ 3 തരത്തിലുള്ള സെലക്ഷൻ മെത്തേഡ് കൂടി ഉണ്ട്. അതുകൂടി ജസ്റ്റ് പഠിച്ചു വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞു. സെലക്ഷൻ ഓൾ എക്സ് കൊണ്ടുള്ള പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്താൽ ആ ഡയറക്ഷനുള്ള ഒരു കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്താൽ ആ ഡയറക്ഷനുള്ള എല്ലാ കൺട്രോൾ പോയിന്റ്സ് സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോ ജസ്റ്റ് ഇത് നീക്കി വെച്ചു. ഞാൻ ഈ ഒരു കൺട്രോൾ പോയിന്റ് മാത്രം സെലക്ട് ചെയ്തു. അത് മാത്രം സെലക്ട് ചെയ്തപ്പോൾ 1 2 3 4 4 കൺട്രോൾ പോയിന്റ്സും കൂടി സെലക്ട് ആയി. ഇനി ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ടാം ആ 4 കൺട്രോൾ പോയിന്റ്സ് മാത്രം നമുക്ക് മൂവ് ചെയ്യാൻ ഒറ്റ ടൈം. ഇതാണ് ഓൾ എക്സ്. ഇനി ഓൾ വൈ കൊണ്ടുള്ള ഓപ്ഷൻ. ഓൾ വൈയിൽ ഞാനിപ്പോ അതേ കൺട്രോൾ പോയിന്റ്സിനെ സെലക്ട് ചെയ്തു. ഈ ഒരു കൺട്രോൾ പോയിന്റ്സ് മാത്രം സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. കണ്ട ഓൾ വൈ കൊണ്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓൾ വൈ ഇവിടെ ഓൾ എക്സും ഓൾ വൈയും ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതും കൂടി സെലക്ട് ആയത്. ഞാൻ ഓൾ എക്സ് ഓഫ് ആക്കി കൊടുത്തു. ഇനി ഞാൻ ഈ ഒരു കൺട്രോൾ പോയിന്റ് മാത്രം സെലക്ട് ചെയ്തു. കണ്ട ഇപ്പൊ ഈ ഒരു 4 പോയിന്റ് മാത്രം സെലക്ട് ആയിട്ടു. ഞാൻ ഗ്രീൻ ആക്സിസ് മൂവ് ചെയ്താൽ കണ്ട ഓൾ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾ വൈ ഓഫ് ആക്കി ഓൾ സെറ്റ് മാത്രം കൊടുത്തു. അതിനുശേഷം റീസെറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ് മാത്രം സെലക്ട് ചെയ്തു. അപ്പൊ ഈ 4 കൺട്രോൾ പോയിന്റ്സ് മൂവ് ചെയ്ത് സെലക്ട് ആയത് കാണാം. ഇനി കണ്ട ഈ 4 പോയിന്റ്സ് അറ്റ് ടൈം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒറ്റ ടൈം നമുക്ക് ഓൾ എക്സും വൈ ഒരുമിച്ച് സെലക്ട് ആവണമെങ്കിൽ എക്സ് ഡയറക്ഷനിലെ കൺട്രോൾ പോയിന്റ്സോ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലെ കൺട്രോൾ പോയിന്റ്സോ അല്ലെങ്കിൽ സെറ്റ് ഡയറക്ഷനിലെ കൺട്രോൾ പോയിന്റ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അറ്റ് ടൈം നമുക്ക് 2 ഡയറക്ഷൻ ഒരുമിച്ച് ഓൺ ആക്കാം. ഓൾ എക്സും ഓൾ വൈയും സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു കൺട്രോൾ പോയിന്റ് സെലക്ട് ചെയ്തിരിക്കും. അതിനുശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി കൊടുത്താൽ അതിൽ ബാക്ക് ആയിരിക്കും. കണ്ട കറക്റ്റ് ഷേപ്പ് കാണാൻ പറ്റും. ഓൾ എക്സും വൈ ഒരുമിച്ച് ഓൺ ആക്കി കൊടുത്താൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ഈ ഒരു പോയിന്റാണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് ഷേപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ആനിമേഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓട്ടോ ക്ലിക്ക് ചെയ്യുക. ഓട്ടോ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഷേപ്പ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഇവിടെ വെച്ചു. അതിനുശേഷം അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ മൊത്തത്തിലുള്ള ഷേപ്പ് ഒരു ഇങ്ങോട്ട് എത്തണമായിരിക്കും. ഇങ്ങോട്ട് കൊടുത്തു. അടുത്തതില് ഈ ഒരു പോയിന്റിൽ ഷേപ്പ് ഇങ്ങോട്ട് കൊടുത്തു. അടുത്തതിൽ ഇങ്ങോട്ട് കൊടുത്തു വരിക. നമ്മൾ ഓട്ടോ ഓഫ് ആക്കി കൊടുത്തു. ജസ്റ്റ് പ്ലേ ചെയ്താൽ അതിനനുസരിച്ച് ഷേപ്പ് വ്യത്യാസം വരുന്നതാണ്. കണ്ടോ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ പോയിന്റ്സ് കൊടുത്തുള്ളത്, ഏതൊക്കെ ടൈപ്പിലാണോ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതാണോ. ഇത്ര നമുക്ക് ഇതിൽ പഠിക്കാവുള്ളൂ. ബാക്കി നമുക്ക് അടുത്തുള്ള. താങ്ക് യു ഫോർ വാച്ചിങ്.